തന്റെ സഹോദരന്മാരെയും നാട്ടുകാരെയും ഗുരുവിനെയും എല്ലാം കാണുകയാണ്. ആദ്യം ശ്രീരാമചന്ദ്ര മഹാപ്രഭു വസിഷ്ഠന്റെ മുന്നിൽ വന്ന് വസിഷ്ഠനെ നമസ്കരിക്കും, വസിഷ്ഠനെ അനുഗ്രഹിക്കും. അവിടെ പഴയ സ്ഥലത്ത് പോയി നിൽക്കും. ഇനി സീതാദേവി വന്ന വസിഷ്ഠ മഹർഷിയെ നമസ്കരിക്കും, വസിഷ്ഠനെ അനുഗ്രഹിക്കും. അധ്യാത്മ രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന ആ കാര്യം, നന്ദിഗ്രാമിലെ സ്വീകരണ ചടങ്ങ് സ്വാമി തൃപ്പാദങ്ങൾ 1991 തൊട്ട് ഇവിടെ നടത്തി വരുന്നത് ഈ 2023 സ്വാമിജിയുടെയും ആഞ്ജനേയ മഹാപ്രഭുവിന്റെയും മഹാദേവന്റെയും ഗണപതിയുടെയും ആദിപരാശക്തിയുടെ അനുഗ്രഹത്താല് നമ്മൾ വീണ്ടും നടത്തുകയാണ്. അതേ പ്രകാരത്തിൽ ഇനി ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നമസ്കരിക്കും. രാമചന്ദ്രൻ ഭരതനെ പിടിച്ചെണീൽപ്പിച്ചിട്ട് മാറോട് ആലിംഗനം ചെയ്തു. അവിടെ ശ്രീരാമചന്ദ്രൻ जय श्री राम, जय सीताराम, जय सीताराम, जय सीताराम. ഇനി ഭരതരാജകുമാരൻ സീതാദേവിയുടെ പാദത്തിൽ നമസ്കരിക്കും. സീതാദേവി അനുഗ്രഹിക്കും, കൈ ഉയർത്തിയിട്ട് അനുഗ്രഹിക്കുക. ഭരതരാജകുമാരൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ലക്ഷ്മണകുമാരൻ വന്ന് ഗുരുനാഥനെ നമസ്കരിക്കുന്നു. ഗുരുനാഥനെ അനുഗ്രഹിക്കുന്നു. ലക്ഷ്മണകുമാരൻ ഭരതനെ നമസ്കരിക്കുന്നു. ഭരതൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്യുന്നു. जय सीताराम, जय सीताराम, जय सीताराम. ലക്ഷ്മണകുമാരൻ ശത്രുഘ്നകുമാരൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നമസ്കരിക്കുന്നു. ശ്രീരാമൻ ശത്രുഘ്നെ ആലിംഗനം ചെയ്യുന്നു. ശത്രുഘ്നകുമാരൻ സീതാദേവിയെ നമസ്കരിക്കുന്നു. സീതാദേവി അനുഗ്രഹിക്കുന്നു. ശത്രുഘ്നകുമാരൻ ലക്ഷ്മണകുമാരനെ നമസ്കരിക്കുന്നു. ലക്ഷ്മണകുമാരൻ ശത്രുഘ്നെ ആലിംഗനം ചെയ്യുന്നു. പാതുക സമർപ്പണ ചടങ്ങ് ഇവിടെ പൂർണ്ണമായി. ഭഗവാന്റെ പാദങ്ങളിൽ പാതുക സമർപ്പിച്ചു. ഇത് സ്വാമി തൃപ്പാദങ്ങൾ ചന്ദനത്തിൽ ഉണ്ടാക്കി 13.25 അടി ഉയരമാണ് യഥാർത്ഥത്തിൽ അന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്. അതിന്റെ അതേ തോതില്